പ്രാരംഭ 2-3 മിനിറ്റുകൾ വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, എനിക്കൊരു ദൈവശബ്ദം ആവശ്യമാണ്. എന്നോട് അങ്ങേക്ക് സംസാരിക്കുവാനുള്ളത്, എന്നോട് അങ്ങേക്ക് ഇടപെടാനുള്ളത്. ഹല്ലേലൂയ. ഒട്ടും മറകൂടാതെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്? എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് വേണ്ടി ഒരു ദൈവശബ്ദം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവശബ്ദം വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത വിഷയത്തിനകത്ത്, മുന്നോട്ട് ഹല്ലേലൂയ പോകുവാൻ കഴിയാത്ത വിഷയത്തിനകത്ത് മുന്നോട്ട് നീങ്ങത്തക്ക ധൈര്യം പകരുന്ന ഒരു ദൈവശബ്ദം ഈ രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കിതിനകത്ത് വത്സം ആൻറ്റി ഞാൻ എവിടെ നേരത്തെ പരിചയമുണ്ട്. ഓക്കെ, പ്രൈസ് ഗാഡ് ആൻറ്റി. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഒരുമിച്ചാകുവാൻ അവസരം തന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം ഈ രാത്രി വൈകിയ വേളയിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വേദഭാഗം. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വേദഭാഗം. ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി. കർത്താവ് സഹായിക്കട്ടെ. വായിച്ച കുറിവാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലെ ഭാഗങ്ങൾ നിങ്ങളുടെ മൈൻഡിനകത്ത് ഒരു സ്ക്രീനിൽ എന്ന വണ്ണം ഇപ്പോൾ ഓടിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഇന്ന് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, കഴിഞ്ഞ വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ ഈ ട്രാവലിംഗ് ടൈമിലൊക്കെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ് തന്ന ഒരു വേദഭാഗമാണ്. അത് വേഗത്തിൽ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു: മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. രണ്ട് കാര്യം അവിടെ പറയുകയാണ്. ഒന്ന്, ഭയപ്പെടേണ്ട. ആമേൻ. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് സ്വർഗത്തിലെ ദൈവത്തിന് സംസാരിക്കുവാനുള്ള ഒരു ദൂതാണ്: ഭയപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത്. രോഗങ്ങൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട്, വഴിയടഞ്ഞ സാഹചര്യം കണ്ട്, മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുന്നിൽ വരുന്നത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലുമാണ് ഇന്ന് രാത്രി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന, അവരോട് പറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിനൊരു പ്രവചന ശബ്ദമുണ്ട്: ഭയപ്പെടരുത്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ നിങ്ങളോട് സ്വർഗത്തിലെ ദൈവം ഒരു പ്രവചന ശബ്ദമായി പറഞ്ഞ് നിങ്ങളെ ഒന്നുകൂടെ ഹല്ലേലൂയ ധൈര്യപ്പെടുത്തുകയാ. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഏത് വലിയ പ്രതികൂലം വന്നാലും, ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഭയപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ കഷ്ടതയില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, സുഗമമായ ഒരു ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഹല്ലേലൂയ ഉണ്ടായെന്ന് വരത്തില്ല. ദൈവം നമുക്കെല്ലാം തരും. ഹല്ലേലൂയ. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ കഷ്ടതകളും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ മുന്നിൽ, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പിന്നില്, ഹല്ലേലൂയ, നീ പോകുന്ന ആ വിഷയത്തിനകത്ത് ദൈവത്തിന് എന്തോ വലിയൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിലൊരു പ്രവചന ശബ്ദം കൈമാറട്ടെ. ഈ മെയ് മാസം പ്രാരംഭ ദിവസങ്ങളിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിക്കകത്തുകൂടെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു: നീ ഈ വിഷയത്തിനകത്ത് ഉറച്ചു നിൽപ്പീൻ.
ഓ കരമടിച്ച് 2-3 മിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നീ വിഷയത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? നിന്റെ സങ്കടത്തിനകത്ത് നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? നീ രോഗത്തിനകത്ത് നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? ഇതിനകത്ത് നിനക്ക് വേണ്ടി ഒരു ദൈവിക പ്രവൃത്തി വെയിറ്റ് ചെയ്യുന്നു. പിശാച് നിന്നെ നോക്കി പറയും, ഹല്ലേലൂയ, നീ പ്രശ്നത്തിനകത്താണ്, നീ രോഗത്തിനകത്താണ്, നീ കഷ്ടതയ്ക്കകത്താണ്, നീ മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഒരു കാതിൽ ഇത് ശബ്ദം കേൾക്കുമ്പോ ആത്മാവിൽ കൃപയുള്ള ദൈവജനം പറയണം, ഇല്ല, ഞാൻ ധൈര്യത്തോടെ. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ പ്രാരംഭം മുതൽ ഒരുപാട് ഇടത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടരുത്. ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഭയപ്പെടരുത്. ഇവിടെ പറയുക ഭയപ്പെടരുത്. ജനത്തോട് പറ മോശെ, ഭയപ്പെടരുത്. അടുത്തത് ഉറച്ചു നിൽപ്പിൻ. ലൈഫിൽ ഈ 2 കാര്യം ഉണ്ടെങ്കിൽ, ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമ്മൾ ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഈ 2 കാര്യം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് രോഗത്തെയും നീ ജയിക്കും. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ചെറിയൊരു പ്രതികൂലം വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു ബയോപ്സിക്ക് അയക്കുമ്പോൾ എന്തെല്ലാം ടെൻഷനാണ് നമുക്ക്. ആ ബയോപ്സിയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമ്മുടെ ഫോണിൽ എത്രയൊക്കെ പേരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാനോ, എത്രയൊക്കെ പ്രവാചകന്മാരുടെ നമ്പറുണ്ടോ അവരെല്ലാം നമ്മൾ വിളിക്കും. തെറ്റില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറിയിരുന്നിട്ട് അതിനെ ജയിക്കാൻ നിന്റെ അകത്ത് തന്ന അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ നാവിനകത്ത് തന്നിരിക്കുന്ന അധികാരത്തെ, അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ പറയാം, നിന്റെ മുകളിൽ നിൽക്കുന്ന പ്രശ്നത്തെ നീ ജയിക്കുമെന്ന്. വചനം എഴുതി വെച്ചൊരു ഭാഗമുണ്ട്, എൻ്റെ ഗിരികളിൽ എന്നെ നിർത്തുമാറാക്കുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നീ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ, ഹല്ലേലൂയ, പ്രശ്നം നിന്റെ മുകളിലല്ല, പ്രതികൂലം നിന്റെ മുകളിലില്ല, അതിൻ്റെ മുകളിൽ നീ നിൽക്കുമെന്ന്, അതിൻ്റെ മുകളിൽ നിന്നെ നിർത്തുമാറാക്കുമെന്ന്. ഓ, ഇന്ന് രാത്രി എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നിന്നെ ചില പ്രശ്നങ്ങൾക്ക് മുകളിൽ കർത്താവ് നിർത്താൻ തുടങ്ങുകയാ. ആരോടോ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ചില വിഷയത്തിന്റെ മുകളിൽ നീ നിൽക്കുന്ന, ചില പ്രതികൂലത്തിന്റെ മുകളിൽ നീ നിൽക്കുന്ന, ചില പ്രതിസന്ധിയുടെ മുകളിൽ നീ ചവിട്ടി നിൽക്കുന്ന, നിന്നെ അവസാനം കാണുവാൻ നോക്കി നിൽക്കുന്ന വിഷയോ, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ തൂങ്ങിയ അണലിയെ നീ തീക്കകത്തേക്ക് അഭിഷേകത്തോടെ കുടയുന്ന മാസമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന ദൈവജനം സ്വീകരിച്ചോ. എനിക്കർത്ഥത്തിൽ ഇന്ന് പരിശുദ്ധാത്മ കൈമാറുന്നു. ചിലരെ ഇന്ന് കർത്താവ് ധൈര്യത്തോടെ നിർത്താൻ തുടങ്ങുകയാ. ചിലരുടെ ധൈര്യം ചോർന്നുപോയ സാഹചര്യങ്ങൾ, ചിലരുടെ ധൈര്യം ചോർന്നുപോയി, ചിലർ മാനസികമായി തകർന്നിരിക്കുന്ന ചിലതിനെ ഇന്ന് പരിശുദ്ധാത്മാവ് ധൈര്യത്തോടെ, ഹല്ലേലൂയ. ഭയം എവിടെ വരുമോ അവിടെ നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഭയം എവിടെ തുടങ്ങുമോ അവിടെ ക്ഷീണിക്കും. എലിയാബിന് ഭയം തട്ടി. എവിടാ? ഇസബേലിൻ്റെ വാക്കിന് മുന്നിൽ. അവിടെ താൻ ക്ഷീണിക്കാൻ തുടങ്ങി. രാജാവിനോട് പ്രവചിച്ച പ്രവാചകൻ, ഹല്ലേലൂയ, അന്തരീക്ഷ മണ്ഡലത്തെ നോക്കി പ്രവചിച്ച പ്രവാചകൻ നോക്കിക്കേ, ഏതോ ഒരു ചെറിയ ഭയം തട്ടിയപ്പോൾ ഇപ്പം ക്ഷീണിച്ച് വെപ്രാളപ്പെട്ട് പേടിച്ച് ഹല്ലേലൂയ മതിയെന്ന് പറഞ്ഞിരിക്കുകയാ. ഓ, ഇന്ന് രാത്രി എൻ്റെ ഹല്ലേലൂയ ചിന്തയിലില്ലാത്തൊരു കാര്യം പരിശുദ്ധാത്മ പെട്ടെന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ അവിടെ ഭാഗം പറഞ്ഞത്. എന്തോ പരിശുദ്ധാത്മാവരോട് അങ്ങനെ തന്നെ പറയുന്നു. ക്ഷീണിച്ചിരിക്കുന്ന, ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ മതിയെന്ന് പറഞ്ഞിരിക്കുന്ന നിന്നെ പരിശുദ്ധ ആത്മാവ് തട്ടി ഉണർത്തുകയാ. നീ ക്ഷീണിച്ചിരിക്കേണ്ടവനല്ല, നീ എവിടെങ്കിലും ഒതുങ്ങി ഇരിക്കേണ്ടതല്ല. നിന്നെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യിക്കുവാനുണ്ട്, നിന്നെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യിക്കുവാനുണ്ട്. ചൂരച്ചെടിയുടെ തണലിനകത്ത് ഒതുങ്ങി ഇരിക്കേണ്ട സമയം കഴിഞ്ഞെന്ന്. ചൂരച്ചെടിയുടെ തണലിനകത്ത് നിന്റെ
ഏതെങ്കിലും ഇസബേലിന്റെ വാക്കിന് മുന്നിൽ നിന്റെ അഭിഷേകത്തെ ഒതുക്കി കളയാനുള്ളതല്ല, നിന്റെ ശുശ്രൂഷ ഒതുക്കി കളയാനുള്ളതല്ല, നിന്റെ നിയോഗത്തെ ഒതുക്കി കളയാനുള്ളതല്ല. അവിടുന്ന് അടുത്തൊരു നിയോഗത്തിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏലിയാവേ നീ ക്ഷീണിക്കരുത്, ഏലിയാവേ നീ ഭയപ്പെടരുത്, നീ ഉറച്ചു നില്ല. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു പൈശാചിക ശക്തിയുടെ മുന്നിലും നമ്മൾ ഭയപ്പെടത്തില്ല. അമ്മ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. ഹല്ലേലൂയ. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ എനിക്ക് ഉറപ്പാ, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൽ എനിക്ക് വിശ്വാസമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് വലിയ പ്രതിസന്ധി വന്നാലും, ഏത് വലിയ പ്രതികൂലം വന്നാലും, ഹല്ലേലൂയ, നമ്മൾ പതറത്തില്ല. ദൈവമക്കളെ, വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശബ്ദം നിലച്ചുപോയി. ഞാൻ ഈ ടെസ്റ്റ് മണി പറയാൻ ആഗ്രഹിച്ചല്ലോ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അവസാനം ഡോക്ടർ പറഞ്ഞു സർജറിക്ക് വിധേയമാകണമെന്ന്. ഡേറ്റ് എടുത്തു. പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്കെൻ്റെ അഭിഷേകത്തെ വിശ്വാസമാണ്. എൻ്റെ ശുശ്രൂഷ അവസാനിച്ചെങ്കിൽ ഹല്ലേലൂയ ഞാനതിന് റെഡിയാ. അതല്ല, എൻ്റെ ശുശ്രൂഷയ്ക്ക് മുകളിൽ പിശാചിട്ട എന്തെങ്കിലും കെട്ടാണെങ്കിൽ കത്തിവെക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. സർജറിക്ക് മുന്നേ, ഡേറ്റിന് മുന്നേ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, വളർന്നിരുന്ന ഹല്ലേലൂയ അതവിടെ കാണുന്നില്ലെന്ന്. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ശുശ്രൂഷിക്കും ദൈവമക്കളെ. കിട്ടുന്ന അവസരമൊക്കെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. സൂമിലും ഓൺലൈനിലും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് ഓടി നടന്ന് ശുശ്രൂഷിക്കും. കാരണം എന്താണെന്നറിയോ, എൻ്റെ അഭിഷേകത്തെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ശുശ്രൂഷയെ തകർക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന ഒരു ഓലപ്പാമ്പിനും, ഹല്ലേലൂയ, അതല്ലേ പൗലോസിനെ എന്തെല്ലാം പ്രതികൂലത്തിനകത്തുകൂടെ കൊണ്ടുപോയി. 10-14 ദിവസം രാവും പകലും വെളിച്ചവും വെട്ടവും ഒന്നും കാണാതെ തകർക്കുവാൻ നോക്കി. അവിടുന്ന് രക്ഷപ്പെട്ടു. മെലീത്തെ വന്നു. നോക്കിക്ക, എന്നിട്ടും വിടാതെ പിശാച് പുറകെ നടക്കുക. ഹല്ലേലൂയ. അത് നീതിദേവി ആയിരിക്കും, വലിയ എന്തോ സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കത് ഹല്ലേലൂയ, എനിക്കത് വെറും ജന്തുവാ. ഹല്ലേലൂയ. അഭിഷേകമുള്ള നിനക്ക് അത് വെറും ജന്തുവാണെന്ന്. ഹല്ലേലൂയ. നീ ഒറ്റ കൊടയുമ്പോൾ ധൈര്യത്തോടെ നീ ഒന്ന് കൊടയാൻ തയ്യാറാണെങ്കിൽ, ധൈര്യത്തോടെ നീ അതിനെ ഒന്ന് കൊടയാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അടുത്തൊരു നിയോഗത്തിനു വേണ്ടി ചത്തു വീഴുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ചിലതിൻ്റെ മുന്നില് പരിശുദ്ധ ആത്മാവിനോട് പ്രവചിക്കുന്നു, ചിലതിനെ കർത്താവ് ധൈര്യത്തോടെ നിർത്താൻ ആഗ്രഹിക്കുന്നെന്ന്. ചിലതിനെ കർത്താവ് ധൈര്യത്തോടെ നിർത്താൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. മോശയോട് പറയുക, ഭയപ്പെടരുത്. ഭയപ്പെടാൻ തക്ക സാഹചര്യത്തിൽ ഇവർ നിൽക്കുകയാ. ഇവരിറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതികൂലം, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി. ഇവരിറങ്ങിത്തിരിച്ചു. ചെങ്കടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഫറവോനും അതേപോലെ പുറകെ വന്നിക്കുക, അതുപോലെ പുറകെ വന്നിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുന്നോട്ട് പോകുവാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങനെയാകുമെന്നറിയാതെ, ഹല്ലേലൂയ, വഴിയടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിനകത്തു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ജനമെല്ലാം കലഹിക്കാൻ തുടങ്ങി. ജനമെല്ലാം ഹല്ലേലൂയ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറയുകയാണ്, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ചില പ്രതികൂലങ്ങൾ കണ്ടപ്പോൾ, ചില പ്രതിസന്ധികൾ കണ്ടപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മളും ഇതുപോലെ പിറുപിറുത്തു, നമ്മളും ഇതുപോലെ ചോദ്യം ചോദിച്ചു.
ഹല്ലേലൂയ. കർത്താവിനോട് എത്ര പ്രാവശ്യം കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചു. ഞാൻ ഉപവസിക്കാഞ്ഞിട്ടാണോ? ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ഞാൻ ദൈവനാമത്തിന് ചെയ്യാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. എന്തുകൊണ്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല? ഞാൻ പറയാം, ചെങ്കടലിൻ്റെ മുന്നിൽ വരെ നിന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കടലിനകത്ത് നീ മുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ചെങ്കടലിനകത്ത് നീ വീണു പോകത്തില്ല. നീ ഇവിടുന്ന് ജയിക്കുന്ന ഒരു സീസണുണ്ട്. നീ ഇതിനെ മറികടക്കുന്ന ഒരു സമയമുണ്ട്. നീ ഇതിനെ ജയിക്കുന്ന ഒരു സമയമുണ്ട്. ഓ, ഇന്ന് രാത്രി എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ചില ചെങ്കടലുകളെ ജയിക്കാൻ തുടങ്ങുകയാ. എന്തോ പരിശുദ്ധയാത്മാവ് ആരെയൊക്കെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുന്നല്ലോ. അർത്ഥ ലഗക്ഷ പ്രഭരഘടകസിയ അർദുരി വൈഡ ലഗംധര പ്രഭരഘടകസി സാം എബ്രഹാം അടിവേസിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. വഴിമുടക്കി നിൽക്കുന്ന ചില ചെങ്കടലുകളെ, വഴിമുടക്കി നിൽക്കുന്ന ചില ചെങ്കടലുകളെ ഹല്ലേലൂയ, നീ ക്രോസ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന്. അത് സാധാരണ രീതിയിലല്ല, ഉണങ്ങിയ നിലത്ത് പോലെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ നിലത്തുകൂടെ അല്ല, ഉണങ്ങിയ നിലത്തുകൂടെ. അതുവരെ ഒഴുകിക്കൊണ്ടിരുന്ന, അതുവരെ ഹല്ലേലൂയ സകലരെയും ഒരുപക്ഷെ മുക്കിക്കൊന്ന ചെങ്കടലിന് മുന്നിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ഉണങ്ങിയ നിലം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു ഉണങ്ങിയ നിലം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില വഴികൾ തുറക്കുവാൻ അടുത്ത ഒരു ഹല്ലേലൂയ സ്റ്റെപ്പിലേക്ക് ആഗ്രഹിച്ച് ചില നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മുന്നിൽ കർത്താവിന്റെ കരം ഇടപെടുമെന്ന് ആത്മാവാലോചന കൈമാറുകയാ. ഹല്ലേലൂയ. ഇനി നടക്കത്തില്ലെന്ന് മാനുഷികമായി ചിന്തിക്കുന്ന ചില വിഷയങ്ങളില്ലേ, സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്തു ദൈവത്തിന്റെ പ്രവർത്തികൾ വേഗത്തിൽ വെളിപ്പെടുമെന്ന്. ഭയപ്പെടരുത് ഭയപ്പെടരുത്. ഇപ്പൊ കാണുന്ന ആ തടസ്സമില്ലേ, ഇപ്പൊ കാണുന്ന ആ തടസ്സമില്ലേ, അത് കണ്ട് ഭയപ്പെടരുത്. വാഗ്ദത്തം തന്നത് കർത്താവാണ്, വാഗ്ദത്തം തന്നത് ദൈവമാണ്. കേട്ട വാഗ്ദത്തത്തെ ഒന്നുകൂടെ സ്വർഗത്തിലെ ദൈവം ഈ ഈവനിങ്ങിൽ ഉറപ്പിക്കുന്നു. ലബറബ ശന്തുല പ്രബല ചുടി മന രഗത്തി ഹർബ്ര ലഗസന്ദര പ്രബല ഘടക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം തുറക്കുന്നല്ലോ, ഒരു അസാധാരണ ദൈവിക വിടുതൽ വെളിപ്പെടുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, അച്ചാനുമായി ബന്ധപ്പെട്ട് ഭയങ്കര വഴികൾ ഓപ്പൺ ആകുന്നത് പോലെ, ഓ ഹല്ലേലൂയ, അടഞ്ഞു കിടക്കുന്ന ചില വഴികളൊക്കെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി തുറക്കുകയാ. ഈ മാസത്തിൽ തന്നെ ചിലത് കാണുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് ഒരു കൂട്ടം പേപ്പറുകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് എന്തോ കർത്താവിന്റെ ഭയങ്കര പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ. അതിനകത്ത് കർത്താവിന്റെ ഭയങ്കര പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. പ്രാർത്ഥനയോടെ എല്ലാവരും ഇരുന്നാട്ടെ. എനിക്കറിയാം, ഈ അന്തരീക്ഷത്തിനകത്ത് ചിലരുടെ വഴികൾ തുറക്കുകയാ. ഈ അന്തരീക്ഷത്തിനകത്ത്, ഇതിനകത്ത് നാളിതുവരെ ഇതിനകത്ത് അനുഭവിക്കാത്ത അസാധാരണമായ ദൈവ സാന്നിധ്യം ശക്തിയോടെ തുറക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം ശക്തിയോടെ. അർത്ഥ പ്രബല, നിന്റെ പുറകെ നടക്കുന്ന, പുറകെ വരുന്ന ഫറവോന്റെ സൈന്യത്തിന് വേണ്ടി ഹല്ലേലൂയ തുറന്നതല്ല ചെങ്കടല്. അഭിഷക്തനെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. പുറകെ വന്ന ഫറവോന് വേണ്ടി തുറന്നതല്ല ചെങ്കടല്. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി മാത്രം തുറന്നതാ. നിനക്ക് വേണ്ടി തുറന്ന ചെങ്കടലിനകത്ത് ഓടിക്കയറിയ ഫറവോനും സൈന്യവും ചെങ്കടലിനകത്ത് മുങ്ങിയതുപോലെ ആത്മാവനോട് പ്രവചിക്കുന്നു. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ, മുന്നോട്ട് വിടാതെ വഴിമുടക്കി നിൽക്കുന്ന ചിലതിന്റെ മേൽ സ്വർഗത്തിന്റെ കരമിറങ്ങുന്നു.
ഹലറമകറ്റല പ്രഭാരിയാലഘോരമാസ്യന്തല രാംധുനി പ്രഭാരഘടക ജാലബന്ധര പ്രഭരഘടകസിയ. അഭിഷത്തിന് എവിടാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആത്മാവിനോട് പ്രവചിക്കുന്നു, ആയിരിക്കുന്ന ദേശത്ത് അതിശക്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അരമുറുക്കി റെഡി ആയിക്കൊള്ളാൻ. ഇന്നലെ വരെ ചെയ്ത ശുശ്രൂഷയല്ല, അതിശക്തമായ ഒരു ശുശ്രൂഷ. റീകമന ഹത്തുല പ്രഭ ലകാരവ ഉടിമാനകം അന്തരാതല വൈഡപ്രബല ഘടകജാലം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവശക്തി ശക്തിയോടെ അഭിഷേകത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ചിലത് യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അടഞ്ഞ ശുശ്രൂഷയുടെ ഡോറുകൾ ഓപ്പൺ ആകുന്നെന്ന്. ആരൊക്കെയോ ചേർത്ത് അടച്ചത് സ്വർഗത്തിലെ ദൈവം ഈ പകൽ ഓപ്പൺ ആകുന്നു. വേഗത കൂടുന്നെന്ന് ആത്മ പ്രവചിക്കുന്ന പദം പറയുന്നു. വേഗത കൂടുന്നെന്ന്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിനെ ഭയങ്കര വേഗത, ശുശ്രൂഷയിൽ അസാധാരണമായ വേഗത. യേശുവിന്റെ നാമത്തിൽ ക്ഷീണിച്ച ചില മേഖലകളെ ആത്മാവ് തൊടുന്നല്ലോ. ക്ഷീണിച്ച ചില മേഖലകളുണ്ട്, മടുത്തുപോയ ചില മേഖലകളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് അതിനകത്ത് കൈമാറുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. യഹോവ ഇന്ന് ചെയ്യാനിരിക്കുന്നത് നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് അങ്ങേക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത് രക്ഷ കാണാൻ ഈ മാസം റെഡി ആയിക്കൊള്ളാൻ. എനിക്കറിയത്തില്ല, അസാധാരണമായ സാന്നിധ്യം ഞാൻ എൻ്റെ റൂമിനകത്ത് അനുഭവിക്കുകയാ. അസാധാരണമായ ദൈവശക്തി. ആരുടെയൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ചിലത് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. ശത്രു കാണത്തക്കവണ്ണം, ശത്രു മുട്ടുമടക്കത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തിയുടെ സീസണെ തുറക്കുന്നു. ജെൻസി, ജിജി, ആന്റി അത് സ്വീകരിച്ചോ? എനിക്കറിയത്തില്ല, ആത്മാവിനോട് പ്രവചിക്കുന്നു. ചില ദൈവപ്രവൃത്തിയെ കർത്താവ് തുറക്കുകയാ. നാളുകളായി ഉപവസിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ശരീരത്തിന്റെ ബലഹീനത മറന്ന് നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് ആ രക്ഷ കണ്ടുകൊള്ളുവാൻ 2-3 മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചില ഭയങ്ങൾ പുറത്താകുകയാ. ചില ഭയങ്ങൾ പിശാച് കൊണ്ടുവന്നിട്ട ചില ഭയങ്ങൾ, ഇസബേലിയ വാക്കുകൾ കൊണ്ടിട്ട ചില ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില കൂടാരത്തിനകത്തു നിന്ന്, ചിലരുടെ വ്യക്തിപരമായ ലൈഫിനകത്തു നിന്ന് ഇന്ന് സ്വർഗത്തിലെ ദൈവം ആഴിക്കുന്നു. എനിക്കറിയാം, തീ കത്തുന്ന പോലെ ഒരു അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സാലി ഡാനിയൽ സ്വീകരിച്ചു. ആന്റി ഭയങ്കര ദൈവ സാന്നിധ്യം തൊടുന്നു. ഹല്ലേലൂയ. ഭയങ്കര ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ. ജെസ്സി ബാബു ആന്റി അത് സ്വീകരിച്ചോ? ഭയങ്കര ദൈവ സാന്നിധ്യം തൊട്ടുകൊണ്ടിരിക്കുകയാ. എനിക്കറിയാം, വീടിനകത്ത് ചില ദൈവപ്രവർത്തികൾ, ശാരീരികമായ ചില രോഗങ്ങൾ അഴിയുന്ന ആത്മാവാലോചന കൈമാറുന്നു. ആന്റി ശാരീരികമായി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കാലുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, കാലുകൾക്ക് വേദന പോലെ, കാലുകളിൽ വേദനയിടുന്ന, കാലുകൾ ഊന്നുവാൻ കഴിയാതെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലുകൾ നിലത്തുറപ്പിക്കുവാൻ കഴിയാതെ, ബലം ക്ഷയിപ്പിക്കുന്നത് പോലെയുള്ള ആ രോഗാത്മാവിന്റെ സ്പിരിറ്റ് ഇപ്പോൾ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് അഴിഞ്ഞ് കാലുകൾ സ്വതന്ത്രമാകുന്നു.
മുന്നോട്ട് വിടാതെ വഴിമുടക്കി നിൽക്കുന്ന ചെങ്കടലുകൾ ഇന്ന് പകൽ രണ്ടാകുകയാ. മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന, അക്കരെ എത്തിക്കത്തില്ലെന്ന് പറയുന്ന, നിന്റെ പ്രോമിസ് ലാൻഡിനകത്തേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറയുന്ന, നിന്റെ വാഗ്ദത്തം നീ കാണത്തില്ലെന്ന് പറയുന്ന, ഹല്ലേലൂയ, നിന്റെ നിത്യതയ്ക്കകത്തേക്ക് നിന്നെ എത്തിക്കത്തില്ല, നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളയാൻ നോക്കുന്ന ചെങ്കടലിനെ സ്വർഗ്ഗം ഇന്ന് രാത്രി രണ്ടാക്കുന്നു. അന്തരീക്ഷത്തിനകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നിൽക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നിൽക്കുന്ന ആ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് ഈ 41 ഡിവൈസിന്റെ മേലോ 41 കുടുംബങ്ങളുടെ മേൽ ഹല്ലേലൂയ ശക്തിയോടെ വെളിപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഉറച്ചു നിന്നാ മതി, നീ ധൈര്യത്തോടെ ഇന്ന് നിന്നാ മതി. ചെങ്കടലാണെങ്കിലും നിനക്ക് മുന്നേ അത് നാഷണൽ ഹൈവേ ആകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ധൈര്യത്തോടെ നിൽക്കാനാ കഴിയാത്തത്, ധൈര്യമായി നിൽക്കാനാ കഴിയാത്തത്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, നീ ധൈര്യമായി നിൽക്ക്, ധൈര്യമായി നിൽക്ക്. അസാധാരണമായ ഒരു ധൈര്യം എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്നത്. ഹല്ലേലൂയ. ചിലരുടെ ധൈര്യങ്ങൾ ചോർന്നുപോയ ചില വിഷയങ്ങൾ, ധൈര്യം ചോർന്നുപോയ ചില വിഷയങ്ങൾ, അതിൻ്റെ ഹല്ലേലൂയ മധ്യത്തിൽ ഇന്ന് ദൈവം ചിലതിനെ ഉറപ്പിക്കുന്ന, ചില വിഷയങ്ങൾക്കകത്ത് ചിലതിനെ ദൈവം ഉറപ്പിക്കുന്ന. ചില ഇന്റർവ്യൂവിന് നീ പോയിട്ട് ഫെയിലായത് കണ്ടപ്പോ നിന്റെ ധൈര്യം ചോർന്നു പോയോ? ചില രാജ്യങ്ങളുടെ വാതിലുകൾ നിന്റെ മുന്നിൽ അടഞ്ഞപ്പോ ധൈര്യം ചോർന്നു പോയോ? ഹല്ലേലൂയ. ഇനി നിനക്ക് വഴി തുറക്കത്തില്ലെന്നാണോ ചിന്തിക്കുന്നേ? നോ, ഇല്ല. കർത്താവ് അത്ഭുതം. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നല്ലോ. ചില വിഷയത്തിനൊക്കെ ചിലതിനകത്ത് ഫെയിലായി പോയ ചിലരെ, ഹല്ലേലൂയ, ഫെയിലായ ചിലതിനെ ഹല്ലേലൂയ ആത്മാവ് തൊടുന്നല്ലോ. ആത്മാവ് ശക്തമായി തൊടുന്നു. ഹല്ലേലൂയ. അവരുടെ മേൽ ഇന്ന് ഒരു ഭയങ്കര വിജയം. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് ചിലതിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കാൻ പോകുകയാ. ചില വിഷയങ്ങളുടെ മുന്നിൽ ചിലർ ധൈര്യത്തോടെ നിൽക്കാൻ തുടങ്ങുകയാ. ചില വിഷയത്തിന്റെ മുന്നിൽ ചിലർ ഉറപ്പോടെ നിൽക്കാൻ തുടങ്ങുകയാ. ചില പ്രശ്നങ്ങളുടെ മുന്നിൽ ചിലർ ഉറപ്പോടെ. ഓ, നീ തോറ്റു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ തോറ്റു പോകത്തില്ല കേട്ടോ, നീ ക്ഷീണിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നീ പിടിച്ചു നിൽക്കൂ, നീ അതിനെ ഓവർകം ചെയ്യൂ, നീ ഇത് മറികടക്കും. ഹല്ലേലൂയ. നീ പിറുപിറുക്കാതെ, നിന്റെ പ്രശ്നത്തെ നോക്കി, പ്രതികൂലത്തെ നോക്കി പിറുപിറുക്കാതെ ധൈര്യമായിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കണേ. ഹല്ലേലൂയ. എത്ര വലിയ സൈന്യം പുറകെ വന്നാലും നിന്നെ ജയിപ്പിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ. അനുവർഗീസ് ആൻറ്റി, ജയിപ്പിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ജയിപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഒരു പ്രതികൂലം കൊണ്ട് ഭയപ്പെടണ്ട, ജയിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നോക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, പുറകോട്ട് നോക്കുമ്പോൾ ശത്രുവിൻ്റെ സൈന്യം. ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുന്നു നിന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണേ, ഇവര് ഭയങ്കരമായിട്ട് മോശയോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ വേല ചെയ്തു, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി, ഹല്ലേലൂയ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. നീ അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത്? ഹല്ലേലൂയ. ഇതൊക്കെ കണ്ട്
ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പറയാ ഹല്ലേലൂയ, ഭയപ്പെടേണ്ടെന്ന് ജനത്തോട് പറ, ഭയപ്പെടേണ്ടെന്ന് പറ. ആമേൻ. ഹല്ലേലൂയ. ഞാനല്ലേ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത്, പിന്നെ ഈ പ്രതികൂലം കണ്ട് എന്തിനാ ഭയപ്പെടുന്നേ? ഈ പ്രതിസന്ധി കണ്ട് എന്തിനാ ഭയപ്പെടുന്നേ? ദൈവമക്കളെ വിളിച്ചിറക്കിയത് കർത്താവാണെങ്കിൽ ആ യാത്രയിലുള്ള പ്രശ്നത്തിന് പരിഹാരം തരാൻ എൻ്റെ അപ്പന് കഴിയും. ആമേൻ. ഉറപ്പുള്ളവര് ഹല്ലേലൂയ കരമുയർത്തി ഹല്ലേലൂയ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിറക്കിയത് കർത്താവാ. ജെൻസി ആൻറ്റി, ആ കർത്താവിനെ അറിയാം നമ്മളെ അക്കരെ എത്തിക്കാൻ. അതിൻ്റെ യാത്രയിൽ എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും അത് സ്മൂത്താക്കി തരുവാൻ, ഹല്ലേലൂയ, അത് സ്മൂത്താക്കി തരുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആ പ്രശ്നത്തെ നീ എങ്ങനെ മറികടക്കണമെന്ന് ഗൈഡ് ചെയ്ത് തരുവാൻ ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞ ആ അപ്പൻ ഇടപെട്ടാ പിന്നെ ആ പ്രശ്നം പോലും അവിടെ കാണത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടല് ഇത്രയും ജനം കടന്നു, ഇവരെല്ലാവരും, ഒരാൾ പോലും ഇപ്പുറത്തുണ്ടായിരുന്നില്ല. എല്ലാവരും കടന്നു കഴിഞ്ഞപ്പോൾ ചെങ്കടല് പഴയ രൂപത്തിലായി. ആമേൻ. കാരണം എന്താണെന്നറിയാമോ? ചില വഴികൾ നിനക്ക് വേണ്ടി മാത്രം തുറക്കുന്നതാ. ചില വഴികൾ നിനക്ക് വേണ്ടി മാത്രം തുറക്കുന്നതാ. ഹല്ലേലൂയ. ചിലത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ടെന്നേ. ഹല്ലേലൂയ. ഈ ചെങ്കടൽ തുറന്നത് നിനക്കും നിന്റെ തലമുറയ്ക്കും ചാടിക്കടക്കാനാ. അതിൻ്റെ പിന്നിൽ വരുന്ന ഹല്ലേലൂയ സൈന്യത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന ശത്രുവിന് കയറാനല്ല. പിശാച് ഒരു പക്ഷെ നിന്റെ പുറകെയൊക്കെ വരും, പക്ഷെ ഞാൻ പറയാം നിന്നെ തൊടത്തില്ല. ആമേൻ. നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എല്ലാം കഴിഞ്ഞ് നിന്നെ അവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് വാഗ്ദത്തത്തിനകത്തേക്ക് നിന്നെ എത്തിക്കാനാ. ഓ, എന്തോ ഇന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം കാണിക്കാതെ ഹല്ലേലൂയ പാതി വഴിയിൽ നിന്നെ പുറകെ നടന്ന് പിന്തുടർന്ന് ആക്രമിക്കുവാൻ നോക്കുന്ന, പുറകെ നടന്ന് നിന്നെ അവസാനിപ്പിക്കുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ സൈന്യം ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ചെങ്കടലിനകത്ത് മുങ്ങുന്ന സമയമാണെന്ന്, അത് അവസാനിക്കുന്ന സമയമാണെന്ന്, അത് തോറ്റുപോകുന്ന സമയമാണെന്ന് നിന്റെ പുറകെ വന്ന സൈന്യം പറയോ, അവന്റെ പുറകെ ഓടി വന്നത് മണ്ടത്തരമായെന്ന് ചിന്തിക്കുന്ന, ഇവന്റെ പുറകെ ഓടി വന്നത് മണ്ടത്തരമായെന്ന്, ഇവരെ പുറകെ വന്നത് വെറുതെ ആയെന്ന് ചിന്തിക്കുന്ന ഒരു സമയം. നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത്, നിന്നോട് ഫൈറ്റ് ചെയ്ത് വെറുതെയാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലത്തെ ആത്മാ തുറക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിടുതൽ കർത്താവ് എന്നിട്ട് പറയാ, നീ അവരോട് പറഞ്ഞേര്, ജനത്തോട് ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിന്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാനിരിക്കുന്നത് കണ്ണു തുറന്ന് കാണാൻ റെഡിയാകാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി യഹോവ ഒരുക്കുന്ന ചില രക്ഷ, എന്തോ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന മാതാക്കളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. ചില തലമുറകൾക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തി ഒരുങ്ങുന്നത് കാണാൻ റെഡി ആയിക്കോ. ഹല്ലേലൂയ. ചില ദൈവപ്രവൃത്തികൾ ഒരുങ്ങുന്നത് കാണാൻ റെഡി ആയിക്കോ. നിന്നെ അത് കാണിക്കത്തില്ലെന്ന് പറയുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ സൈന്യത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില മാതാക്കളെ ആത്മാവ് തൊടുന്നല്ലോ. തലമുറകളുമായി ബന്ധപ്പെട്ട് അവരുടെ വഴികൾ തുറക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചില മാതാക്കൾ ഇതിനകത്ത് അവരെ കർത്താവ് ശക്തമായി തൊടുകയാ. ദൈവപ്രവൃത്തി വേഗത്തിൽ അവർക്ക് വേണ്ടി സംഭവിക്കുന്നു.
ഓ തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓടാമാന ഹന്തല പ്രവര ഘടകസിയ. ചില രാജ്യങ്ങളുടെ വഴികൾ അടഞ്ഞ തലമുറകൾ ആത്മാവ് തൊടുന്നു. രാജ്യങ്ങളുടെ വഴികൾ അടഞ്ഞ, എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും മാതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൂത് സ്വീകരിച്ചോടോ. ചില രാജ്യങ്ങളുടെ വാതിലുകൾ അടഞ്ഞ തലമുറകളുടെ മാതാക്കൾ ആത്മാവിനോട് പ്രവചിക്കുന്നു, അത് അടഞ്ഞിട്ടില്ല, അത് അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, അത് വേഗത്തിൽ തുറക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഈ മാസം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ചില തലമുറകളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ചില പേപ്പറുകളിൽ ചില രാജ്യങ്ങളുടെ സീലുകൾ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഈ സാന്നിധ്യം നിറഞ്ഞ അന്തരീക്ഷത്തിനകത്ത് അതൊരു വിടുതലായി വെളിപ്പെടുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. യാത്രകൾക്ക് റെഡി ആയിക്കൊള്ളാൻ, യാത്രകൾക്ക് റെഡി ആയിക്കൊള്ളാൻ. ആത്മാവാലോചന കൈമാറുകയാ, റെഡി ആയിക്കൊള്ളാൻ. അർത്ഥപ്രവര നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നിയമങ്ങൾ നിനക്ക് വേണ്ടി തിരിയുന്നെന്ന്, നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നെന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ആത്മാവിൽ സ്തുതിക്കുന്ന നിനക്ക് വേണ്ടി, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നിനക്ക് വേണ്ടി നിയമങ്ങൾ തിരിയുന്നു. തൊടട്ടെ തൊടട്ടെ, ദൈവശക്തി ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. അർത്ഥമന ഘടക റീബൽ പ്രഭര അതര ഘടക ചൂടമന്തര അർത്ഥലാരകക്ഷ. ഹല്ലേലൂയ. നീ ഒരു നാളും, അടുത്ത പദം അവിടെ എഴുതി വച്ചിരിക്കുന്നു, വേഗത്തിൽ പോട്ടെ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നാൽ മതി. ഹല്ലേലൂയ. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്, യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, നിനക്ക് സംസാരിക്കാനുള്ളവരോട് യഹോവ സംസാരിക്കുമെന്ന്. നിനക്ക് ഹല്ലേലൂയ വഴികൾ തുറക്കണ്ട ഓഫീസുകളോട് യഹോവ ഇടപെടുമെന്ന്, അധികാരികളോട് യഹോവ ഇടപെടുമെന്ന്. യഹോവ നിനക്ക് വേണ്ടി, യഹോവ നിനക്ക് വേണ്ടി. നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിക്കോ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിക്കോ, നീ പാവിരിച്ചോ, നീ മുട്ടുമടക്കിക്കോ. അർദ്ധരാത്രി നീ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ചോ, അർദ്ധരാത്രി നീ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ചോ. നിനക്ക് വേണ്ടി നീ പോലും അറിയാത്തൊരു യുദ്ധം നടക്കുന്നുണ്ട്, നീ പോലും അറിയാത്തൊരു യുദ്ധം. നീ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നിലവിളിക്കുമ്പോ പൈശാചിക കോട്ടയുമായി നീ പോലും അറിയാത്തൊരു യുദ്ധം നടക്കുന്നു. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട, നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട. നിനക്ക് പ്രാർത്ഥനാ മുറിയുണ്ടോ? നീ അവിടെ ഇരുന്ന് നിലവിളിക്കുമ്പോ അന്തരീക്ഷ മണ്ഡലത്തിനകത്ത് നീ പോലും അറിയാതെ ആത്മമേഖലക്കകത്ത്, ആത്മമണ്ഡലത്തിനകത്ത് ഒരു ഭയങ്കര യുദ്ധം. യുദ്ധം ചെയ്യാൻ പോയവരൊക്കെ അവിടുന്ന് ജയിച്ചാ വരുന്നത്. യുദ്ധത്തിന് ഇറങ്ങുന്നവർ ജയിച്ചാ വരുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ വിജയം എനിക്കുള്ളതാണ്, ജയം എനിക്കുള്ളതാണ്. അവസാന റിസൾട്ട് എന്റെയാ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി ഒരു സൈന്യം റെഡിയാവുക. ആർക്കൊക്കെയോ വേണ്ടി ഒരു സൈന്യം, ഒരു പട്ടാളം, ഒരു സൈന്യം റെഡിയാകുന്നു. നീ യുദ്ധത്തിന് ഇറങ്ങണ്ട, നീ മിണ്ടാതെ ഇരിക്കുക, നീ മിണ്ടാതെ ഇരിക്കുക. നീ യുദ്ധത്തിന് ഇറങ്ങണ്ട, നീ മിണ്ടാതെ ഇരിക്കുക. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാ. ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നീ മൗനമായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാ, ഞാൻ നിനക്ക് വേണ്ടി ഇടപെടാം, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം.
അർത്ഥപ്രബല ഘടകസിയ. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. മിണ്ടാതെ ഇരുന്ന് പലപ്പോഴും പല സാഹചര്യങ്ങളിലും മൗനമായി ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അറിയാതെ നമ്മൾ പ്രതികരിക്കും, അറിയാതെ നമ്മൾ സംസാരിക്കും. മാനുഷികമായ ചില മേഖലകളിൽ നമ്മൾ സ്വയമായി ഇറങ്ങി ഇടപെടും. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ആരും എന്നോട് പിടങ്ങരുതേ. അത് നിർത്തലാക്ക്. ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ നീ സംസാരിക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. മുറിക്കകത്തേക്ക് കയറിയിരുന്നിട്ട് അപ്പനുമായി നീ സംസാരിക്ക. നിന്റെ പ്രതിയോഗിയോട് നീ സംസാരിക്കണ്ട. ഹന്ന പ്രതിയോഗിയോട് സംസാരിക്കാൻ പോയില്ല, അവൾ സംസാരിക്കാൻ പോയത് അപ്പനോടാ. ഹല്ലേലൂയ. ഹന്ന പ്രതിയോഗിയോട് മറുപടി പറയാൻ പോയില്ല. വീട്ടിൽ കിടന്ന് രണ്ടുപേരുടെ ഇടിയുണ്ടാക്കിയില്ല. ഹല്ലേലൂയ. അപ്പനോട് പറയാൻ തോയപ്പോൾ, അപ്പനോട് പറഞ്ഞപ്പോ ഉയരത്തിലെ തമ്പുരാൻ മറുപടി അയച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ സംസാരിക്കണ്ട, മൗനമായി ഇരിക്ക്. ഹല്ലേലൂയ. അടുത്ത ഭാഗം പറയുന്നുണ്ട്, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? പിന്നെയും പറയാം, മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, മുന്നോട്ട് പൊക്കോ. ഹല്ലേലൂയ. അടുത്തത്, വടിയെടുത്ത് നിന്റെ കൈ കടലിൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കയ്യിൽ ഒരധികാരത്തെ കർത്താവ് തരികയാ. ഒരധികാരത്തെ, നിങ്ങളുടെ കരത്തിനകത്ത് ഒരധികാരത്തെ കർത്താവ് കൈമാറുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അടുത്ത ചില മിനിറ്റുകൾ. ഹല്ലേലൂയ. ഒരു അധികാരത്തെ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഒരധികാരത്തെ കർത്താവ് കൈമാറുകയാ. ഒരധികാരത്തെ കൈമാറുകയാ. ചിലതിനെ വിഭജിക്കുവാൻ ഒരു പ്രത്യേക അധികാരം, ഒരു പ്രത്യേക ഞാൻ കാണുന്ന കാഴ്ച, ചിലരുടെ കരത്തിനകത്ത് ഒരു ഭയങ്കര അധികാരം വെളിപ്പെടുന്നു. ചിലരുടെ കരത്തിന് മേലൊരു ഭയങ്കര അധികാരം. ഹല്ലേലൂയ. വടി നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചെങ്കിൽ, കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞാൽ, നീ അഭിഷേകത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലമില്ലാതെയാകും. അതിനുള്ള ധൈര്യമുണ്ടോ? ഇന്ന് രാത്രി അത് പ്രാപിച്ചിട്ട് ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോകാവുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞ അതങ്ങനെ സംഭവിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ മുന്നിൽ വഴിമുടക്കി നിൽക്കുന്നതിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ എലിസബത്ത് ആന്റി ഭയങ്കര അധികാരത്തെ കർത്താവ് തുറക്കുകയാ കേട്ടോ. നാവിൽ ഭയങ്കര ഒരു അധികാരത്തെ കർത്താവ് തുറക്കുകയാ. ചിലതിനോട് കൽപ്പിക്കുവാൻ ഒരു അധികാരം. പ്രാപിച്ചോ. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിൽ ഭയങ്കര ഒരു അധികാരത്തെ കർത്താവ് തരികയാ. നിന്റെ കരത്തിൽ ഭയങ്കര ഒരു അധികാരത്തെ കർത്താവ് തരികയാ. നീ കരമുയർത്തിയാൽ, നീ വീടിനകത്ത് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, മോശ കരമുയർത്തിയപ്പോ ഹല്ലേലൂയ വിടുതൽ നടന്നെങ്കിൽ ജയം നിന്റെയാകട്ടോ. നീ നാവെടുത്ത് ഹല്ലേലൂയ അധികാരത്തോടെ കൽപ്പിച്ചാൽ, നീ കൈയെടുത്ത് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നിന്റെ കൂടാരത്തിൽ പറഞ്ഞാൽ, മോശയോട് പറയാം, മോശ നീ ധൈര്യമായിട്ട് നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നിന്റെ കൈ കടലിൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് പറയുകയാ, ഒരു ചെങ്കടലിനെ വിഭാഗിക്കാൻ ഒരു അതോറിറ്റി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ചെങ്കടലിനെ ഈ മോശയ്ക്ക് മാത്രമല്ല, ചില പ്രതികൂലത്തെ മറികടക്കുവാൻ നമ്മുടെ നാവിലും കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ
നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തിനും മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഓ റബാല ഹസ്തരാധര. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കുവാൻ? നിന്റെ നാവിൽ പകർന്നിരിക്കുന്ന അധികാരത്തെ ഒന്ന് ഉപയോഗിക്കുവാൻ, നിന്റെ കൈക്കകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? റാക്കമന ഹത്തരാധന അൽബ്രാജഗക്ഷ പ്രബരഘടകസിയ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചോദിക്കുന്നു. നിന്റെ കയ്യിലെ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കാൻ തയ്യാറാണോ? ചില ചെങ്കടലിനെ വിഭാഗിക്കുവാൻ നിങ്ങളുടെ കരത്തിനകത്ത് കർത്താവ് ഭയങ്കര ഒരു അഭിഷേകം തരികയാ. നിങ്ങളുടെ കരത്തിനകത്ത് കർത്താവ് ഭയങ്കര ഒരു അധികാരത്തെ തരികയാ. ആത്മാവിൽ സ്വീകരിച്ചു തുടങ്ങിക്കോ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവ് അസാധാരണമായ നിലയിൽ ഉപയോഗിക്കുവാൻ ചിലരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുമോ. അടുത്ത ഒരു ജനറേഷൻ ഇതിനകത്തു നിന്ന് ചെങ്കടൽ വിഭജിക്കത്തക്ക നിലയിൽ അഭിഷേകമുള്ള ഒരു ജനറേഷൻ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. മുന്നോട്ട് പോകാതെ നിൽക്കുന്ന മുന്നോട്ട് നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന വഴിമുടക്കി നിൽക്കുന്ന ആ ചെങ്കടലിനെ നീ ആത്മാവിൽ വിഭാഗിക്കുന്ന കർത്താവേ, അത് തുറന്നു വരട്ടെ. ഹന്തുലി പ്രബേരിയ ചൂടാ ലഭക്ഷ പ്രബരഘടക റംദുലമന ഹദരഘടക ജാലഭക്ഷം അൽബ്രാരഗസ്തി വൈഡമനഘടക ചൂടഭക്ഷ വൈഡാലഭ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എനിക്കറിയാം അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെടുകയാണ്. ഒരധികാരത്തെ കർത്താവ് തുറക്കുന്നു. ജെൻസി ആൻറ്റി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ഒരധികാരത്തെ കർത്താവിന് രാത്രി തുറന്നു തരികയാണ് കേട്ടോ. നീ നാവെടുത്ത് സംസാരിക്കുമ്പോൾ, നീ നാവെടുത്ത് കൽപ്പിച്ചാൽ ചിലത് മുന്നിൽ നിന്ന് വഴിമാറുന്ന സമയങ്ങളുണ്ടെന്ന്, ചിലത് മുന്നിൽ നിന്ന് മാറിപ്പോകുന്ന സമയങ്ങൾ തെളിയുന്നെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ആന്റിയുടെ മേൽ ആ അധികാരം തുറക്കട്ടെ. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം, മുന്നോട്ട് പോവുക, ഉറച്ചു നിൽപ്പിൻ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പിൻ. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, ഈ മിനിസ്ട്രിക്കായി, അഭിഷക്തനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ ഇവരുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുക. ഇവർ ഉറച്ചു നിൽക്കട്ടെ, ചിലതിനെ ഇവർ ജയിക്കട്ടെ, ചിലതിനോട് ഇവർ ഇവർ ഈ ചിലതിനെ വിഭാഗിച്ച് മുന്നോട്ട് പോകട്ടെ. ഈ അഭിഷക്തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, തൻ്റെ ദാസിയുടെ മേൽ ശക്തമായ ഒരു ശുശ്രൂഷയുടെ പോർട്ടൽ ഓപ്പൺ ആക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹർബ്രാലകന്തുര പ്രബല ഘടകസിയ അതുരജാന വൈഡപ്രബല ഘടകസി. ആത്മാവനോട് പ്രവചിക്കുന്നു,